നമസ്കാരം. സ്വന്തം ഭാഗത്ത് തെറ്റുപറ്റുമ്പോൾ അത് തുറന്ന് സമ്മതിക്കുന്നതിന് പകരം അതിനെയൊക്കെ പുതിയ ക്യാപ്സ്യൂൾ ഇറക്കി ന്യായീകരിക്കാൻ നോക്കുന്നത് CPM നേതാക്കളുടെ ഒരു സ്ഥിരം പതിവാണ്. അതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് വിമാനയാത്രക്കിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ പേരിൽ കേസെടുക്കാനുള്ള നീക്കത്തിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവന. EP ജയരാജനെതിരെ കേസെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച പുതിയ UDF സർക്കാരിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഗോവിന്ദൻ മാഷ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തട്ടിവിടുന്നത്. എന്നാൽ ഗോവിന്ദൻ മാഷ് വളരെ വിദഗ്ധമായി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒളിപ്പിച്ചു വെക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. EP ജയരാജനെതിരെ കേസെടുക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് അന്വേഷണം നടത്താനും ഉത്തരവിട്ടത് പുതിയ UDF സർക്കാരല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തെ ബഹുമാനപ്പെട്ട കോടതിയാണ്. കോടതി ഉത്തരവ് പ്രകാരം പോലീസ് നിയമപരമായ നടപടികളിലേക്ക് കടന്നപ്പോൾ അതിനെ UDF സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് വിളിച്ചു കരയുന്ന ഗോവിന്ദൻ മാഷിന്റെ ഈ ഒരു പ്രസ്താവന ജനങ്ങളെ അങ്ങേയറ്റം പരിഹസിക്കുന്നതിന് തുല്യമാണ്. നുണകൾ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്ന ഈ കപട രാഷ്ട്രീയം ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവസാനിപ്പിക്കണം. ഇന്നത്തെ കാലത്ത് വിമാനത്തിനുള്ളിൽ നടന്ന സകല സംഭവങ്ങളുടെയും അതീവ വ്യക്തതയുള്ള തത്സമയ ദൃശ്യങ്ങൾ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ലോകം മുഴുവൻ കണ്ടതാണ്. പ്രതിഷേധ സൂചകമായി മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ EP ജയരാജൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ക്രൂരമായി തള്ളി താഴെയിടുന്നതും മർദ്ദിക്കുന്നതും ഒരു കൊച്ചുകുട്ടിക്ക് കണ്ടാൽ പോലും കൃത്യമായി മനസ്സിലാകും. ഇത്രയും വ്യക്തമായ തെളിവുകൾ നാട്ടുകാരുടെ മുന്നിൽ ഉണ്ടായിട്ടും തങ്ങളെ വിമാനത്തിൽ വെച്ച് EP ജയരാജൻ ആക്രമിച്ചുവെന്ന് യൂത്ത് കോൺഗ്രസ് കള്ളക്കഥയുണ്ടാക്കി പരാതി നൽകിയെന്ന് ഗോവിന്ദൻ മാഷ് എഴുതി പിടിപ്പിക്കുമ്പോൾ കേരളം പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. തെറ്റുപറ്റിയെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിച്ചാൽ എല്ലാവരും അത് ഏറ്റെടുക്കും. അതിനു പകരം ഈ വ്യക്തമായ ദൃശ്യങ്ങളെ പോലും തള്ളിപ്പറഞ്ഞ് EP ജയരാജൻ ആക്രമണശ്രമം തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി ആക്രമിക്കപ്പെടുമായിരുന്നുവെന്ന് ന്യായീകരിക്കാൻ നിന്നാൽ അത് കൂടുതൽ നാറ്റക്കേടായി മാറും. നിയമത്തിന് മുന്നിൽ സകല കള്ളങ്ങളും പൊളിഞ്ഞു വീഴുമ്പോൾ കോടതിയെയും അന്വേഷണ ഏജൻസികളെയും പ്രതികൂട്ടിലാക്കാൻ നോക്കുന്ന ഈ ശൈലി CPIMന് പണ്ടേ ഉള്ളതാണ്. MV ഗോവിന്ദൻ തന്റെ പ്രസ്താവന അവസാനിപ്പിക്കുന്നത് വലിയൊരു ഭീഷണിയോടെയാണ്. ഇത്തരം നിയമവിരുദ്ധമായ നീക്കങ്ങൾ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. ഇവിടെയാണ് കേരളത്തിലെ പൊതുസമൂഹം വലിയൊരു ചോദ്യം ചോദിക്കുന്നത്. മുൻപ് പല കേസുകളിലും തെരുവിൽ അക്രമം അഴിച്ചുവിട്ട് നിങ്ങളുടെ അണികളിൽ ഭൂരിഭാഗവും ഇന്ന് ജാമ്യം പോലും കിട്ടാതെ ജയിലിനുള്ളിലാണ് കിടക്കുന്നത്. നേതാക്കൾ സുഖമായി എയർ കണ്ടീഷണർ മുറികളിലിരുന്ന് ക്യാപ്സ്യൂൾ ഇറക്കുമ്പോൾ സ്വന്തം ജീവിതം ജയിലറകളിൽ ഹോമിക്കേണ്ടി വന്ന അണികൾക്ക് ഇപ്പോൾ കൃത്യമായ ബുദ്ധി വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഈ ന്യായീകരണ പ്രസ്താവനകൾ കേട്ട് നിയമം കയ്യിലെടുക്കാൻ ആരും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ജനങ്ങളെ ഇറക്കി പ്രതിരോധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അണികളെ ബുദ്ധിമുട്ടിക്കാതെ ഗോവിന്ദൻ മാഷിന്റെയും പിണറായി വിജയന്റെയും ഒക്കെ മക്കളെയും ബന്ധുക്കളെയും സ്വന്തക്കാരെയും ആദ്യം തെരുവിലേക്ക് ഇറക്കി നോക്കൂ. എന്നിട്ട് പോരെ ഈ ജനങ്ങളെ അണിനിരത്തൽ നാടകം. കേന്ദ്രത്തിൽ BJP സർക്കാർ ചെയ്യുന്നത് പോലെയാണ് ഇവിടെ UDF സർക്കാർ ചെയ്യുന്നതെന്ന് ആരോപിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു കാര്യം മനസ്സിലാക്കണം. UDF സർക്കാർ ഇവിടെ നിയമത്തിന്റെ വഴിക്കാണ് നടപ്പിലാക്കുന്നത്. വിമാനക്കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മുൻ സർക്കാർ വധശ്രമത്തിന് കള്ളക്കേസ് എടുത്തപ്പോൾ കോടതി അതിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഇപ്പോൾ EP ജയരാജനെതിരെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് കോടതി നേരിട്ട് കേസെടുക്കാൻ ഉത്തരവിട്ടത്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചവർ ആരായാലും അവർക്ക് നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടതായി വരും. പ്രസ്താവനകൾ ഇറക്കി കോടതിയെയും നിയമവ്യവസ്ഥയെയും ഭീഷണിപ്പെടുത്താമെന്ന് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം കരുതേണ്ടതില്ല. സ്വന്തം പാളിച്ചകൾ മൂടിവെക്കാൻ ഇത്തരം വില കുറഞ്ഞ പത്രക്കുറിപ്പുകൾ ഇറക്കുന്നത് നിർത്തി കോടതിയുടെ വിധിയെ ബഹുമാനിക്കാൻ ഇടതു നേതൃത്വം തയ്യാറാകണം. കാരണം വരും ദിവസങ്ങളിൽ EP ജയരാജനെ പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ച് വിചാരണ ചെയ്യുമ്പോൾ ഈ ഫേസ്ബുക്ക് ക്യാപ്സ്യൂളുകളൊന്നും നിങ്ങളുടെ രക്ഷയ്ക്ക് എത്തില്ല എന്ന് ഉറപ്പാണ്.